ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദർ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് ഇന്ന് രാത്രി കാണാനുള്ള ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് ഈ പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരെയും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് കാണുന്ന എപ്പിസോഡിനകത്ത് നമ്മുടെ ശ്യാമയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ശ്യാമ ആദ്യം തന്നെ അഭിനയിക്കുവാണ്, തനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന രീതിക്കകത്ത് അഭിനയിക്കുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് ലാസ്റ്റ് രോഹിത്ത് ഒരു അടി കൊടുക്കുമല്ലേ, സത്യഭാമയുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച ആ ഒരു എപ്പിസോഡുണ്ടല്ലോ, എൻ്റെ പോന്നു ചിരിച്ചിരിച്ച് എന്താണ് മണ്ണ് കപ്പാനുള്ള എപ്പിസോഡായിരുന്നു. അപ്പോഴത്തേക്കും എന്താണ് നീ എൻ്റെ അമ്മ ഇതാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ഒരു അടി കൊടുക്കുമ്പോൾ നീ എന്നെ അടിച്ചല്ലേടാ എന്ന് പറഞ്ഞിട്ട് ശ്യാമ നേരെ ഇപ്പോൾ എന്താണ് ആ ഒരു തൂണിനകത്ത് തല അങ്ങ് എന്താണ് ഇടിച്ചിടിച്ചിട്ട് ശ്യാമ സ്വന്തമായി തന്നെ ബോധം കിടും. പക്ഷേ ഇതിനകത്ത് ശ്യാമയ്ക്ക് വലിയൊരു എന്താണ് ബുദ്ധിമുട്ടാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇനി പറയുന്നത്. അപ്പോൾ രോഹിത്ത് എന്താണ് ശ്യാമയെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയപ്പം ശ്യാമയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഈ സത്യഭാമയ്ക്ക് അല്പമെങ്കിലും ഒന്ന് വെളി വരുന്നത്. താൻ ഇത്ര മാത്രം ശ്യാമയോട് ചെയ്യാൻ പാടില്ല, താൻ അറിഞ്ഞില്ല ശ്യാമ ഇത്രയും വയലൻ്റ് ആകുമെന്ന്. താൻ വിചാരിച്ചത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അവൾ കുറച്ച് നേരം കഴിയുമ്പോൾ നോർമൽ ആവും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇഷ്ടത്തിന് ഇത്രയൊക്കെ പ്രവർത്തിച്ചപ്പോൾ അവൾ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന രീതിക്ക് അത് എന്താണ് ഈ സത്യഭാമയ്ക്ക് ആ ഒരു എന്താണ് സങ്കടമുണ്ട്. കാരണം തന്നെ കാരണമാണല്ലോ എന്ന രീതി സങ്കടത്തിരിക്കുമ്പം ഇവിടെ വിഷ്ണു ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ രോഹിത്ത് ഇതെന്താ ശ്യാമയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം എല്ലാവരും വിചാരിച്ചത് ശ്യാമയ്ക്ക് എന്താണ് ആ ഇടിച്ചതിൻ്റെ ജസ്റ്റ് ഒരു ആഘാതം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പം ഇത് ഇത്രമാത്രം ശ്യാമ എന്താണ് ഇത്ര അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട്, അത് അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടതാണ്. ശ്യാമയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ശാലിനിയുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ശാലിനി ഉണ്ടെങ്കിൽ മാത്രമേ ശ്യാമ ശരിയാകത്തുള്ളൂ എന്ന് രോഹിത് പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് സത്യഭാമ പറയുന്നത് ആണ് എന്ന രീതിക്ക് സത്യഭാമ അതിനൊന്ന് തലയാട്ടി എന്താണ് ആ ഒരു മൗനത്തിൽ തന്നെ എന്താണ് ആ ഒരു സമ്മതമായിട്ട് സത്യഭാമയുടെ മുഖം ഇരിക്കുന്നത് കാണാം. ഈ സമയം നമ്മുടെ കാർത്തിക മനസ്സിൽ ചിന്തിക്കുന്നത്, ഓ ശാലിനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു, ശാലിനി വന്നു കഴിഞ്ഞാൽ പണി മൊത്തം പാടുമല്ലോ, എല്ലാ കള്ളത്തരങ്ങളും ഇതോടെ പൊളിയെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാർത്തിക് ഭയങ്കര പേടിക്കകത്ത് കാർത്തിക നിൽക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ സത്യഭാമ ആരും പ്രതീക്ഷിച്ചില്ല സത്യഭാമ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സത്യഭാമ എന്താണ്, രോഹിത് നീ നിൻ്റെ ഫോണും തന്നെ ഞാൻ അവളൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അപ്പോൾ രോഹിത് എന്താണ് സത്യാമ്മ ഫോൺ മേടിച്ചത് ശാലിനിയെ വിളിക്കാൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പം സത്യഭാമ ഈ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകണം, ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടാണ് ഈ വിളിച്ച് ആരുമായിട്ട് സംസാരിക്കുന്നത്. ഇച്ചിരി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് രോഹിതും വിഷ്ണുവും തന്നെ സംസാരിക്കുമ്പം ശാലിനിയെ തന്നെ ആയിരിക്കും വിളിക്കാൻ പോയത് ബ്രോ, കാരണം ശാലിനി ഇല്ലാതെ എന്താണ് ശ്യാമയെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ശ്യാമ ആണെങ്കിൽ പണ്ടത്തെ ഒരു കുഞ്ഞു കുട്ടികളെ പോലെ തന്നെയാണ് ശ്യാമ. എന്താണ് ബാല്യകാലത്തിൽ എവിടെയോ പോയൊരു സമയത്ത് ശ്യാമയുടെ മനസ്സ് തങ്ങി നിൽക്കുന്നുണ്ട്. ശാലിനി അല്ലാതെ ആരെയും ശ്യാമയ്ക്ക് ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് ശാലിനി വരാതെ ഇങ്ങനെ ശ്യാമയെ നമുക്ക് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നു. അപ്പം തിരിച്ച് സത്യഭാമ ഫോണും വിളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ചോദിക്കുന്നുണ്ട്, വരുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ വരുവടാ എന്ന് ഈ സത്യഭാമ പറയുമ്പോൾ അവൾ വരുവടാ എന്നേ പറയുന്നുണ്ട്. അപ്പം ആര് വരുമെന്ന് പറയുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു ചോദിക്കുവാണ്, അപ്പോൾ ശാലിനി വരുമല്ലേ അമ്മേ. ശാലിനിയോ എടാ നീ എന്തോ ഈ പറയാൻ നിൽക്കുന്നത്, ശാലിനിയോ അവളെന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് രോഹിത് പറയാം, അല്ല സത്യാമ്മയെ അവിടുന്ന് പറഞ്ഞത് ശാലിനി വേണം, ആ പറഞ്ഞ വ്യക്തിയെ തന്നെ ഞാൻ വിളിച്ചു വരുത്തിരുന്നത്. അപ്പോൾ സത്യഭാമ വിളിച്ചതും അവളെന്ന് ഉദ്ദേശിച്ചതും ആ പറയുന്ന എന്താണ് ആ ഗൈനക്ക് സീനിയറായ ഗൈനക്ക് ഉണ്ടല്ലോ, ശ്യാമി നോക്കിയ ഗൈനക്ക്, അവരാണ് ഈ വിളിച്ച് വരുത്തുന്നത്. അപ്പോഴത്തേക്ക് അവരുടെ പേര് വന്നിട്ട് പറയും അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്, അവളല്ലേ ഇതൊക്കെ പറഞ്ഞ് അവൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ശ്യാമയെ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് രോഹിത്തിന് പിന്നെ സംസാരിക്കാൻ ഒന്നുമില്ല. രോഹിത് എന്താണ് ഇനി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി അങ്ങ് പോവാണ്. രോഹിത്തും അതുപോലെ എന്താണ് രാഘവൻ നായർ എന്താണ് അല്ലെങ്കിൽ തന്നെ മേളിലേക്ക് നോക്കി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം ആൾക്ക് മേൽ വരെ ഒന്നും കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ടെൻഷൻ എന്തിരിക്കുമ്പോഴത്തേക്കും എടാ രോഹിത്ത് എന്താ ശ്യാമയ്ക്ക് ശരിയായോ എന്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലച്ചാ ശ്യാമയ്ക്ക് ഞാൻ പറയാഞ്ഞതാ, ശ്യാമയ്ക്ക് നമ്മൾ കാണുന്ന പോലത്തെ പ്രശ്നമൊന്നുമില്ല, ശ്യാമയ്ക്ക് ഇച്ചിരി എന്താണ് ഒരു മാനസികമായി ശ്യാമ എന്താണ് ഇപ്പോൾ ഇച്ചിരി പ്രശ്നത്തിനകത്ത്. എന്തുകൂടെ നീ പറയുന്നത്, അവളൊന്ന് തലയിടിച്ച് വീണതല്ലേ ഉള്ളൂ. അല്ല അച്ഛാ ശ്യാമ ഇപ്പം കുഞ്ഞു കുട്ടികളെ പോലെയാണ്, ബാല്യകാലത്തിൽ ഏതോ ഒരു സ്കൂൾ കുട്ടിയുടെ ആ ഒരു വയസ്സിനകത്ത് തന്നെ ശ്യാമങ്ങ് തങ്ങി നിൽക്കുവാണ്. ഇനി അതിൽ നിന്ന് ശ്യാമയ്ക്ക് ഓർമ്മയുള്ളത് നമ്മളൊക്കെ അറിയാം, പക്ഷേ എന്നാലും നമ്മളോടൊന്നും അത്ര വലിയ അടുപ്പമില്ല. ശ്യാമയ്ക്ക് പരിചയം ശ്യാമയ്ക്ക് അറിയാവുന്നതെല്ലാം കുഞ്ഞിച്ചി മാത്രമാണ്. ശാലിനി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ശ്യാമ എന്താണ് നേരെയാക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞു തന്നെയാണ് വിട്ടത്. അത് സമ്മതിച്ചുകൊണ്ടാണ് സത്യാമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പം തന്നെ സത്യാമ്മ കന്നന്തിരിവ് കാണിച്ച് മാറി നിൽക്കുമെന്ന് രോഹിത് അവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് രാഘവൻ പറയുവാണ്, അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞിട്ടാണോ ഭാമ ശാലിനിയോട് ഇങ്ങനെയൊക്കെ കാണിച്ച് ഈ മുറ്റത്ത് വെച്ചിട്ട് ഇത്രയൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിവരമില്ലേ, ഭാമ അവളെല്ലാം നശിപ്പിക്കാനായി തന്നെ ഇറങ്ങും. അപ്പോഴത്തേക്ക് രോഹിത് എന്താണ് ബാക്കി ഇനി ഒന്നും പറയാനുള്ള മാനസിക അവസ്ഥ രോഹിത്തിനില്ല. രോഹിത്തിന് ഭയങ്കര സങ്കടം, ഞാൻ എന്ത് ചെയ്യുക വെച്ചാന്നറിയാതെ രോഹിത് സങ്കടപ്പെട്ട് അവിടെ നിന്ന് എണീറ്റങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടൻ പറയും, ഭാമ അവളെല്ലാം എല്ലാം നശിപ്പിക്കാനായിട്ട് അങ്ങ് നിന്നിരിക്കും അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഭാമയെക്കുറിച്ച് അങ്ങനെയെന്ന് പഴിചാരിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഗൈനക്ക് വരുന്നത്. അപ്പം ഗൈനക്കിൻ്റെ വിശ്വാസം ശ്യാമ അഭിനയിക്കുവാണ്
അതായത് അഭിനയം അങ്ങ് ശ്യാമ അങ്ങ് തകർത്ത് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വിശ്വാസത്തിനകത്ത് ഗൈനക്ക് ശ്യാമയെ നോക്കാൻ വേണ്ടി കയറുമ്പം എന്താണ് ആ റൂമിനകത്ത് തന്നെ ഈ പറയുന്ന സത്യഭാമയും രോഹിത്തും വിഷ്ണു എല്ലാവരും ഉണ്ട്, കാർത്തിക് ഉൾപ്പെടെ ഉണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് എല്ലാവരും പുറത്ത് പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ ആദ്യം പൊന്നി ചേച്ചീനെയും ഈ കാർത്തികനെയും വിഷ്ണുവിനെയും രോഹിത്തിനൊക്കെ എന്താണ് ഈ സത്യഭാമ പറഞ്ഞിട്ട് സത്യഭാമ മാത്രം അവിടെ അങ്ങ് നിൽക്കും. അപ്പോഴത്തേക്കും പറയും സത്യാമ്മയും പുറത്ത് പോകണമെന്ന് തന്നെ ഈ ഗൈനക്ക് പറയും. അപ്പം ഞാനും പുറത്ത് പോകണോ? സത്യാമ്മയും പുറത്ത് പോയി പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാം പുറത്തിറങ്ങി കാത്തിക്കുമ്പോഴത്തേക്കും ഗൈനക്ക് നേരെ വന്ന് വാതിലങ്ങ് അടയ്ക്കുവാണ്. അപ്പം വാതിലടയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഈ സത്യഭാമ ചോദിക്കും ഇവളെന്തിൻ്റെ വാതിൽ വരെ അടച്ചു വെച്ചിട്ട് എന്തോ നോക്കാനാ എന്ന രീതി നോക്കുമ്പോഴത്തേക്കും ഇവരെന്താണ് ശ്യാമ ജസ്റ്റ് അഭിനയിക്കുവായിരിക്കും എന്നുള്ള രീതി ശ്യാമേ മതി ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് വരാല്ല, തന്നെ ഞാൻ റൂമിൻ്റെ കഥ വരെ അടച്ചു കഴിഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് എണീറ്റ് വാ, എന്നിട്ട് നിൻ്റെ അഭിനയം എന്തായാലും ഇച്ചിരി അല്പം കടന്നു പോയി കേട്ടോ, നീ എന്താണ് അഭിനയിക്കാനങ്ങ് വിട്ടപ്പോൾ നീ ഇത്രയൊക്കെ അഭിനയിച്ച് തകർക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടിയത്, സത്യാമ്മയുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് സ്വന്തം തല നെറ്റിപ്പോയി കൊണ്ട് ഇടിക്കുന്നു, ഇതൊക്കെ ഇച്ചിരി അല്പം കടന്നു പോയി കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ നീ എണീറ്റ് കാര്യം പറ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ നീ പറ. അപ്പോൾ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല, ശ്യാമ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ശ്യാമ എന്താണ് മേളിലേക്ക് നോക്കുന്നു, ഈ ഗൈനക്കിനെ അങ്ങോട്ടേക്ക് കണ്ണൊന്ന് പാറി നോക്കുന്നല്ലാതെ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഇവർക്ക് പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ശ്യാമ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശ്യാമ ഒരു അക്ഷരം മിണ്ടാണ്ട് അവിടെ കിടക്കുമല്ലേ. അപ്പോൾ ശ്യാമ യഥാർത്ഥത്തിൽ അഭിനയിക്കുവാണോ, ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നൊരു പേടി വരുമോ. അപ്പോഴാണ് മനസ്സിൽ ചിന്തിക്കുന്നത് ശ്യാമ നെറ്റി കൊണ്ടുവന്ന് ഈ പറയുന്ന എന്താണ് ഈ തൂണിനകത്ത് ഇടിച്ചു എന്നല്ല കേട്ടെ. അപ്പം അതിനകത്ത് ശ്യാമയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ എന്നൊരു പേടിക്കുന്നത് ശ്യാമ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് എല്ലാവരും ഉദ്ദേശിച്ച പോലെയല്ല, ശ്യാമ കളിച്ച് കളി കാര്യമായി. ലാസ്റ്റ് പറയാം എന്നാലും മോളെ നീ അഭിനയിച്ച് ഈ അഭിനയം എന്താണ് അറം പറ്റിയ പോലെ ആയിപ്പോയല്ലോ, നിൻ്റെ വിധി നീ തന്നെ ചോദിച്ച് മേടിച്ചല്ലോടി. എന്നാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായല്ലോ. കാരണം ശ്യാമ എന്താണ് ഹാഫ് പാരലൈസ്ഡ് ആയിപ്പോയി കഴിഞ്ഞു. അപ്പം ശ്യാമയ്ക്ക് എന്താണ് സംസാരിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, എല്ലാം മനസ്സിലാക്കാനൊക്കെ പറ്റും. പണ്ടത്തെ പ്രീതിയുടെ അവസ്ഥ അത്രയും വലിയ ദുരവസ്ഥയല്ല, എന്നാലും അതിൻ്റെ ഒപ്പത്തേക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കത് പ്രീതി കടന്ന പോലെ തന്നെ അതേ സെയിം മുറിയാൻ തോന്നുന്നു അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ശ്യാമയാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന എന്താണ് വന്ന് നോക്കി ഗൈനക്ക് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് എന്താണ് ഹാഫ് പാലസസിനകത്ത് ഇരിക്കുവാണ്, നിങ്ങളുടെ കയ്യിലെ തെറ്റ് തന്നെയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് കുറിച്ച് തന്ന എല്ലാം നിങ്ങൾ മേടിച്ചല്ലോ, ശ്യാമയ്ക്ക് കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ട ആ ഒരു ഔഷധം നിങ്ങൾ കൊടുക്കാൻ നിന്നില്ല. അപ്പോഴത്തേക്കും രോഹിത്തിനോട് ഈ സത്യാമ്മ ചോദിക്കുമോ എടാ നീ എല്ലാം ഒന്നും മേടിച്ചില്ലേ, നീ എന്താ മേടിക്കുന്നത്? അല്ല അമ്മേ എല്ലാം ഞാൻ മേടിച്ചു, അവിടുന്ന് കുറിച്ച് തന്നത് എല്ലാം തന്നെ മേടിച്ചു. പിന്നെന്തോ നീ മേടിക്കാതെ പോയെന്ന് വേണ്ട അവർ പറയുന്നല്ലോ. അത് ഞാൻ പറഞ്ഞത് ശാലിനിയാണ്, ശാലിനിയുടെ കാര്യമാണ് പറഞ്ഞത്. ശാലിനിയാണ് ശ്യാമയുടെ പ്രധാന ഔഷധം. അതിനൊക്കെ എന്താണ് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ അതിനൊരു ലൈവ് സാമ്പിൾ കാണിച്ചു കൊടുക്കണം. അപ്പം അവർ ശ്യാമയുടെ അടുത്ത് നിന്ന് മോളുടെ പേരെന്താ, ഞാൻ പറയുന്ന ശ്യാമ കേട്ടൂടെ, ശ്യാമയുടെ പേര് ശ്യാമ എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ഒന്നും വേണ്ടുന്നില്ല. ലാസ്റ്റ് ഇതിനൊന്നും സംസാരിക്കുന്നത് ശ്യാമ എടുത്ത് ചോദിക്കുകയാണ് മോക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പം കുഞ്ഞേച്ചി എന്ന് മാത്രം, കുഞ്ഞേച്ചി എന്ന് പറയാൻ വേണ്ടി മാത്രമേ ശ്യാമ വാ തുറക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് രോഹിത്തിനൊക്കെ ഭയങ്കര സങ്കടത്തിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് നമ്മുടെ വിഷ്ണുവിനൊക്കെ ഭയങ്കര അതിയായ സങ്കടം. ഈ കാർത്തിക ഇവക്ക് വേറെ പണിയില്ല എന്നൊരു ഈ കാർത്തികയുടെ മുഖഭാവം കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആ സമയം വരെയൊക്കെ സത്യഭാമ എന്താണ് ഇച്ചിരി നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നതാണ്. പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ശ്യാമയ്ക്ക് ആകപ്പാടെ വേണ്ടത് കുഞ്ഞേച്ചി മാത്രമാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ കുറിച്ചതാലും അതൊക്കെ എന്താണ് അതൊരു സെക്കൻഡറി മാത്രമാണ്. അതിനെലക്കാലും ഏറ്റവും വലിയ പ്രാധാന്യം എന്നത് ശാലിനി ഉണ്ടെങ്കിൽ ശാലിനിയുടെ കൂടെ മാത്രം പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കുറിച്ച് തന്നിട്ടുള്ളൂ. ശാലിനി ഇല്ലാതെ ശ്യാമയെ നേരെയാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ഇവർ തറപ്പിച്ചങ്ങ് പറയുമ്പോഴത്തേക്ക് ഈ സത്യഭാമ എന്താണെന്നറിയോ, ശാലിനിയെ കൊണ്ടുവരണമെന്ന് പറയുന്ന എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴത്തേക്ക് സത്യഭാമയുടെ അടുത്തൊരു ചോദ്യം, ശരി ഞാൻ പറഞ്ഞ എല്ലാ കാര്യം അംഗീകരിച്ച് ഇപ്പം നിങ്ങൾ പറയുന്ന ശ്യാമയ്ക്ക് ശാലിനി ഇല്ലാതെ ശ്യാമ നേരെ ആകത്തില്ല എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ മെഡിക്കൽ സയൻസിൽ സംഭവിക്കുന്നത്. ഇതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങളുടെ കേസസ് നിങ്ങൾ കണ്ടു കാണത്തില്ലേ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനകത്ത് ഈ പറയുന്ന ശാലിനി ചത്തുപോയി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ നേരെയാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുമ്പം നമ്മുടെ രോഹിത്തിനൊക്കെ എന്താണെന്ന് അറിയോ അങ്ങ് അയ്യടാനായി പോവാണ്. അതേസമയം നമ്മുടെ വിഷ്ണുവിന് ഭയങ്കര കലി അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ചോദിക്കണം. കാരണം ശാലിനി എന്താണ് ജീവനോടെ ഇല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണുവിനങ്ങ് സ്ഥിരം നഷ്ടപ്പെടും. അപ്പോഴത്തേക്കും ആ ഒരു വിളിക്കകത്ത് നമ്മുടെ സത്യം പറയാം നീ കടന്ന് അലറണ്ട, ഞാൻ പറഞ്ഞ കാർത്തിക എന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ ശാലിനി എന്നാ പറഞ്ഞത്. നിനക്ക് എന്താ ഇത്ര പൊള്ളായിരിക്കുന്നത്? നീ താലി കെട്ടിയ ഭാര്യയായ കാർത്തിക തന്നെ ഇവിടെ നിൽപ്പുണ്ട്. നീ ഇങ്ങോട്ടേക്ക് ശാലിനിയെ കൊണ്ടുവന്നിട്ട് ശ്യാമയെ നേരെയാക്കാന്നൊന്നും ആരും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഇപ്പോൾ ശ്യാമ എന്താണ് അങ്ങനെ ശ്യാമയ്ക്ക് അങ്ങനത്തെ ഒരു രീതിക്കകത്ത് ശാലിനിയെ വെച്ചിട്ട് ഇവിടെ ശ്യാമ നന്നാവേണ്ട. അപ്പം മാഡം ഒരു കാര്യം ചെയ്യുന്നതെന്നറിയോ, ശ്യാമയ്ക്ക് ഇങ്ങനൊരു കാര്യമാണ് സംഭവിച്ചെങ്കിൽ ഇന്ന് പറയാവുന്ന രീതിക്കകത്ത് ശാലിനി ഇന്ന് ജീവനോടെ ഇല്ലെങ്കിൽ ശ്യാമയെ എല്ലാ രീതിയിലും ശരിയാക്കിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് അവർ പറയും സൈക്കോളജിക്കലി കൺസൾട്ടേഷൻ കൊടുക്കും, കുറേ എന്താണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കും. ആ രീതിക്കകത്ത് നോക്കാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ തെറാപ്പീസൊക്കെ കൊടുക്കും. എന്നാൽ അങ്ങനത്തെ വല്ല പരിപാടിക്ക് നോക്കിയാൽ മതി. തൽക്കാലം ഇന്നത്തെ രീതിക്കകത്ത് നോക്കുന്ന ആ ഒരു കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞല്ലോ, എന്നാൽ മാഡത്തിന് ഇവിടെ നിന്ന് പോകാം. രോഹിത്തെ നീ അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് എന്താണ്
വിട്ടിട്ട് വാന്ന് പറയുമ്പോഴത്തേക്കും അവർ അയ്യടാന്നായി പോവാണ്. കാരണം ഇത്രമാത്രം കർക്കശത്തിനകത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്യാമയ്ക്ക് എന്താണെന്ന് പറയുക, കണ്ണീര് പൊടിയുന്ന രീതിക്ക് ശ്യാമ എന്താണ് ആ ഒരു അവസ്ഥയ്ക്ക് അങ്ങനെ എന്താണ് ശ്യാമയ്ക്ക് എല്ലാം കേൾക്കാൻ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിക്ക് നിൽക്കുവാണ്. ആ ഗൈനൊക്കെ ഒന്നും ഇടാതെ അവിടെ നിന്ന് പോകുന്നതും ആ റൂമിനകത്ത് എന്താണ് ആ നിസ്സഹായ അവസ്ഥയ്ക്ക് അവർ ഇറങ്ങിപ്പോകുന്നതും രോഹിത്തിന് ഒന്നും അമ്മയോട് പറയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് രോഹിത്ത് നിൽക്കുകയാണ്. കാരണം രോഹിത്തിന് തൻ്റെ ഭാര്യ എങ്ങനെയെങ്കിലും നന്നാവണമെന്നുള്ള ആ ഒരു സങ്കടം രോഹിത്തിൻ്റെ മനസ്സിനകത്ത് അതിയായുണ്ട്. പക്ഷേ ശ്യാമയുടെ കാര്യത്തിനകത്ത് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ള ഭയങ്കര ടെൻഷനകത്താണ് രോഹിത്ത്. അതുപോലെ വിഷ്ണുവിനാണെങ്കിൽ അമ്മ ഇത് എന്തൊരു വാശിയാണ്, ഇത്ര ദുർവാശി പാടില്ല എന്നുള്ള രീതി നമ്മുടെ വിഷ്ണു ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിച്ച് സത്യഭാമയുടെ ആ ഹുങ്കിനകത്ത്, അതായത് ഇനി വരുന്നതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന രീതിക്കകത്ത് ഇരിക്കുന്ന ആ ഒരു ഭാവം കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസ് ആൻഡ് ഷെയർസ് ആരും മറക്കണ്ട. ബൈ.